ചെയ്യാം. ഹൈ ഫോക്കസിൻ്റെ ഇത് വരുന്നുണ്ട്. ക്യാമറ ഒക്കെ ഞങ്ങൾ 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് പല ടൈപ്പ് ക്യാമറകൾ വരുന്നുണ്ട്. അതുപോലെ 2-way കമ്മ്യൂണിക്കേഷൻ ക്യാമറകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈഫൈ ക്യാമറകൾ, ബൾബ് ക്യാമറകൾ വരുന്നുണ്ട്. ഇതുപോലെ ഹൈ ഫോക്കസിൻ്റെ ബൾബ് ക്യാമറകൾ. ഇത് ടു ടൈപ്പ് ക്യാമറയാണ്. ഇത് ഒരു ക്യാമറ സ്റ്റില്ലായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഒരു ക്യാമറ താഴെ മൂവ് ചെയ്യുന്നു. നോക്കാം. ഇതിപ്പോൾ ഓണായിട്ട് വന്നിട്ടുണ്ട്. ഓണായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു മെനു ആയിട്ടാണ് വരുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഇതിൻ്റെ എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. സ്റ്റൈലസ്. ഇതൊരു മാഗ്നറ്റാണ്. നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. പിന്നെ ഈ സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ വരുന്നതല്ല. അത് എക്സ്ട്രാ വേണമെങ്കിൽ നമ്മുടെ സൗകര്യാനുസരണം വാങ്ങാം. ഇത് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡാണ്. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നമുക്ക് എഴുതാനുള്ള സൗകര്യമുണ്ട്. ഇതിൽ നമുക്ക് പെൻ സെലക്ട് ചെയ്യാം. അതിൽ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ ഓരോ കളറ് നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ ഇത് എറൈസ് ചെയ്യാനുള്ള എറൈസർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറൈസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് എറൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ആൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പെൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ OCR സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹാൻഡ് റൈറ്റ് ആയിട്ട് എഴുതിയിട്ട് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ വരും. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോ കളറുകൾ നമ്മുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ ഡിഫറെൻറ്റ് ഇഷ്ടമുള്ള കളറിൽ സെലക്ട് ചെയ്യാം. നമുക്ക് അതുപോലെ പിന്നെ റൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ കുറേ അധികം ടൂൾസുകൾ ഇതിൽ വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തതാണ്. കൂടാതെ ഇത് ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പിന്നെ ഇതുപോലെ പിക്ചേഴ്സ് ഇൻസർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെനു ആക്കി കഴിഞ്ഞാൽ നമ്മളിത് ആപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു TV ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു മൂവി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. TV ആയിട്ട് ഉപയോഗിക്കാം നമുക്ക്.
ഇതുപോലെ നമ്മളൊരു കാൽക്കുലേറ്റർ ആണെങ്കിലും അതുപോലെ നമ്മൾ സ്കൂളിൻ്റെ ഏതൊരു പർപ്പസിനും അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാഫ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഇപ്പോൾ ബയോളജി ക്ലാസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളും അതിൻ്റെ ഹ്യൂമൻ ബോഡി അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ ഇൻട്രാക്റ്റീവ് ബോർഡ്. പണ്ട് കാലങ്ങളിൽ ഇത് സ്മാർട്ട് ബോർഡാണ് ഇറങ്ങിയിരുന്നത്. സ്മാർട്ട് ബോർഡ് ആകുമ്പോൾ നമുക്ക് അതിൽ ഒരു PC ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊജക്ടർ വേണം, അതുപോലെ ഈ ഒരു ടച്ചബിൾ സ്ക്രീൻ വന്നിരുന്നു അന്ന്. അങ്ങനെയായിരുന്നു ഇത്. ഇപ്പം എല്ലാം കൂടിയും ഒരു ഇൻബിൽട്ട് ഒരു സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. കട്ട് ചെയ്യും.